അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാമാത്മ പകർച്ചയ്ക്കായി മഹിമയിൽ രാജനെഴുന്നള്ളുന്നു മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുമോ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാമാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം നിൻ വചനം ധ്യാനിക്കുമ്പോ ക്രിസ്തുമസ് ദൈവിക കരുണയുടെ സുവിശേഷമാണ്. കരുണയുടെ ജൂബിലി വർഷം നാം സമാപിച്ചിരിക്കുകയാണ്. നവംബർ 20 ഞായറാഴ്ച റോമിൽ പത്രോസിൻ്റെ ബസിലിക്കയിൽ വിശുദ്ധ വത്സരത്തിൽ മാത്രം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന കവാടം ആഘോഷമായി അടച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, കരുണയുടെ പ്രത്യേകമായ ജൂബിലി വർഷം സമാപിച്ചിരിക്കുകയാണ്. പക്ഷേ കരുണയുടെ പ്രവൃത്തികൾ, ദൈവിക കരുണയുടെ സുവിശേഷം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കരുണയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സംഭവമാണ് ദൈവം മനുഷ്യവർഗത്തോട് കരുണ കാണിച്ച് ഭൂമിയിൽ മനുഷ്യനായി അവതീർണനായി എന്നുള്ളത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. ഐസിയ പ്രവചനം 7:14 ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ 1:23 ഇപ്രകാരം പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യന് തന്നെ അവതരിപ്പിച്ചതാണ്. ദൈവം ആരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നൽകിയതാണ്. എബ്രായ ലേഖനകർത്താവ് 1:1 പറഞ്ഞതുപോലെ ഈ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ വെളിപാട് പൂർണ്ണമായതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. തന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനെയും ദൈവം ഉപേക്ഷിക്കില്ല. അപ്പോൾ എല്ലാ മനുഷ്യനും രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതീർണനായത്. ഒരു അപ്പച്ചൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നുണ്ട്. കുഞ്ഞ് നോക്കുമ്പോൾ പുറത്ത് തവളയെ കണ്ടു, തുമ്പിയെ കണ്ടു. സാധാരണ നിലയിൽ പല കുഞ്ഞുങ്ങളും അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് കൊതറി താഴെ ഇറങ്ങി പോകുന്ന ആ തവളയെ, തുമ്പിയെ കാണാനായിട്ട് ഓടും. അപ്പോൾ സാധാരണ നിലയ്ക്ക് അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി പറയും, മോനെ പോകല്ലേ, നിൽക്കടാ. പല മക്കളും സാധാരണ കാണാറത് ഇങ്ങനെ നിൽക്കാൻ പറയുമ്പോഴേക്കും മുന്നിലേക്ക് ഓടും. അപ്പുറത്ത് കുളത്തിൽ കുഞ്ഞ് വീണു. ഏത് അപ്പച്ചനാ അമ്മച്ചിയാ തൻ്റെ കുഞ്ഞ് അപ്പുറത്തുള്ള കുളത്തിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കാതെ നീ പോയതല്ല, അവിടെ കിടക്കടാ എന്ന് പറയുമോ? ഇല്ല. ദൈവവും ഇതുപോലെയാ. നല്ല അപ്പനാ, നല്ല അമ്മയാ. മനുഷ്യൻ പാപം ചെയ്ത് അധപ്പതിച്ച് പാപത്തിൻ്റെ കുളത്തിൽ കിടക്കുമ്പോൾ ദൈവം ഇതാ എടുത്തു ചാടുകയാ. ഈ ഭൂമിയിൽ ഇറങ്ങി മനുഷ്യനെ
ഇതാ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തിയതാ. അതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. സാധു സുന്ദർ സിംഗ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു ഇടയനുണ്ടായിരുന്നു, കുറേ ആടുകളും ഉണ്ടായിരുന്നു. ആടുകൾ ഇടയനെ അനുസരിക്കുന്നില്ല. ഈ ഇടയൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. ചത്തുപോയ വലിയൊരു ആടിൻ്റെ തോലെടുത്ത് ആടുകൾ ധരിച്ച് ഈ ആടുകളെ പോലെ നടക്കാൻ, ആടുകളെ പോലെ സംസാരിക്കാൻ, ആടുകളെ പോലെ ശുശ്രൂഷിക്കാൻ ഈ ഇടയൻ ശ്രമിച്ചു. തങ്ങളുടെ സാദൃശ്യത്തിലുള്ള ഇടയനെ കണ്ടപ്പോൾ ആടുകൾ അനുസരിക്കാൻ തുടങ്ങി, ആടുകൾ അനുധാവനം ചെയ്യാൻ തുടങ്ങി. ഇത് തന്നെയാണ് യേശു ചെയ്തത്. മനുഷ്യൻ ദൈവത്തെ വേണ്ട തരത്തിൽ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ദൈവം കണ്ടുപിടിച്ച മാർഗമാണ്, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച മാർഗമാണ്, കരുണ കാണിച്ചതാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതുപോലെ തന്നെ തന്നെ ശൂന്യനാക്കി, അതേ കുരിശുമരണത്തോളം ശൂന്യനാക്കിയ സംഭവമാണ് ക്രിസ്തുവിൻ്റെ ഈ മനുഷ്യാവതാരം. ഈ കരുണയുടെ സുവിശേഷം യേശു ആദ്യം തന്നെ കൊടുത്തത് മറിയത്തിനാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നിന്നോടുകൂടെ കർത്താവുണ്ട്. മറിയത്തിന് സുവിശേഷം കൊടുത്തു. സംശയിച്ചിട്ടുണ്ടെങ്കിലും ആ മറിയം ആ സുവിശേഷം സ്വീകരിച്ചപ്പോൾ മറിയത്തിന് മാത്രമല്ല കരുണ കിട്ടിയത്, സൗഭാഗ്യം കിട്ടിയത് മനുഷ്യവർഗത്തിന് മുഴുവനാണ്. യൗസേപ്പിന്, നീതിമാനായ യൗസേപ്പിന് ദൈവത്തിൻ്റെ വചനം സ്വപ്നത്തിൽ കിട്ടി. യൗസേപ്പ് അത് സ്വീകരിച്ചപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹൃതമായി. അവിടെ കരുണ കാണിച്ചപ്പോൾ മറിയത്തോട് കരുണ കാണിച്ച് തിരുക്കുടുംബത്തെ ലോകത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ കുടുംബമാക്കാൻ യൗസേപ്പിന് സാധിച്ചു. ആട്ടിയന്മാർക്ക് കരുണയുടെ സുവിശേഷമാണ് മാലാഖമാർ പാടിയത്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു. അവരോട് പറഞ്ഞത്, യേശു ജനിച്ചത് നിങ്ങളെപ്പോലെ ഒരുവനാ, നിങ്ങളിൽ ഏറ്റവും അധികം വേദനിക്കുന്നവനായിട്ടാ. പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് കാണുക, ഒരു ശിശു പുൽത്തൊട്ടിയിൽ കിടക്കുന്നത്. ഇതാണ് കരുണയുടെ ഏറ്റവും വലിയ ഭാവം, സമാനതയിൽ ആയിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ കരുണയുടെ സുവിശേഷമാണ് വാസ്തവത്തിൽ യേശു തൻ്റെ ജീവിതത്തിൽ മുഴുവൻ പറഞ്ഞത്. നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറഞ്ഞത് എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കുന്നവൻ കരുണ കാണിക്കേണ്ടതെന്നാണ്. ധൂർത്തുപുത്രൻ്റെ കഥയിൽ കരുണയുടെ സുവിശേഷമാണ് നാം കേൾക്കുന്നത്. തെറ്റിപ്പോയി, ഏത് മനുഷ്യനും തെറ്റിപ്പോകാം, പക്ഷേ അവന് സുബോധമുണ്ടാകാനാണ് കരുണയുടെ സുവിശേഷം അവിടെ അവതരിപ്പിച്ചത്. മൂത്തപുത്രനും തെറ്റുപറ്റി, പിതാവ് അവിടെ ചെല്ലുക. ഒരിക്കലും ഒരു മനുഷ്യനെയും ഉപേക്ഷിക്കാത്ത ദൈവം ഇതാ മൂത്തപുത്രനെയും ധൂർത്തുപുത്രനെയും പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരലാണ്. സക്കേവൂസിൻ്റെ കഥ, അവൻ പണക്കാരനാണ്, പക്ഷേ അവൻ്റെ കുറവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവൻ്റെ വീട്ടിൽ ചെന്ന്, നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കുകയാണ്. മനുഷ്യാവതാരം ക്രിസ്മസ് എന്ന് പറയുന്നത്, ഓരോ ക്രിസ്മസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഓരോരുത്തരുടെയും വീട്ടിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ഭവനം, ഈ ഹൃദയം, ഈ സമൂഹം രക്ഷപ്രാപിച്ചിരിക്കുന്നു എന്ന് പറയലാണ് ക്രിസ്തുമസ്. യേശു ഭൂമിയിൽ അവതീർണനായതിനെക്കുറിച്ച്, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് മാർക്കോസിൻ്റെ സുവിശേഷം 1:15 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സമയം സമാഗതമായി. യേശു ഭൂമിയിൽ അവതീർണനായി തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാനായി മനുഷ്യനായി അവതീർണനായി യേശു 2 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുണ എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങളാണ് മാർക്കോസ് 1:15 പറയുന്നത്. ഒന്ന്, അനുതപിക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, തെറ്റായ വഴികളിൽ നിന്ന് മാറുക. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ പറഞ്ഞതുപോലെ പാതകൾ നേരെയാക്കുക, കുന്നുകൾ നിരപ്പാക്കുക. ഇതാ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അപ്പോൾ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ സമീപത്തേക്ക് തിരിയലാണ് ദൈവത്തിൻ്റെ കരുണ അത് പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ട് നമുക്ക് കാരണമാകുക. രണ്ടാമതായി പറഞ്ഞത് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മറിയം മംഗളവാർത്ത, സുവിശേഷം കേട്ടു. ആ കേട്ടപ്പോൾ ശ്രവിച്ച വചനത്തിന് അത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ശ്രവിച്ചതുപോലെ സ്വീകരിച്ചതുപോലെ ഞാനും നിങ്ങളും ദൈവവചനം സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും, യേശുവിനെ കിട്ടും. ദൈവവചനത്തിന് നാം പൂർണ്ണമായി വിധേയപ്പെടുമ്പോൾ, ദൈവിക പദ്ധതി സ്വീകരിക്കുമ്പോൾ
സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാകും. കരുണ ലഭിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മ പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാകണം. ദൈവദൂതൻ ലൂക്കായുടെ സുവിശേഷം 1:35 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് മറിയത്തിൽ മാത്രമല്ല, നമ്മിലെല്ലാവരിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നാം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെയെങ്കിൽ കരുണയുള്ള ഈശോയെ നമുക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മെ ദൈവവുമായി രമ്യപ്പെടുത്താനാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശു ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വഴി കാണിച്ചു തരാനാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് മറിയത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഭാഗ്യവാനായിട്ടുള്ളത് പരിശുദ്ധ അമ്മയല്ലാതെ വേറെ ആരുമല്ല. ഈ ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനവും എലിസബത്ത് പറയുന്നുണ്ട്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഞാനും നിങ്ങളും ഭാഗ്യവാനും ഭാഗ്യവതികളും ആകണമെങ്കിൽ മറിയത്തോട് എലിസബത്ത് പറഞ്ഞതുപോലെ ഉദരഫലം, നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന പ്രവർത്തനം, നമ്മുടെ ജീവിത സാക്ഷ്യം അത് അനുഗ്രഹീതമാകണം. ആ അനുഗ്രഹം ആരാണ്? യേശുവാണ്. അബ്രാഹത്തോട് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നീ നിന്റെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് ദൈവം പറയുന്ന വഴിയിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്, നീ ഒരു അനുഗ്രഹമാകണം, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ വംശങ്ങളെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അനുഗ്രഹം ആകലാണ്. യു ആർ എ ബ്ലെസ്സിങ് എന്ന് പറയലാണ്. അങ്ങനെ അനുഗ്രഹമായി തീരുമ്പോൾ അതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാർ ലൂക്ക 2:10 പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒരു സദ്വാർത്തയാണ്. രണ്ടാമത്തെ വിശേഷണം അത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്, ചെറിയ സന്തോഷമല്ല. മൂന്നാമത്തെ വിശേഷണം അത് സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. ഈ ക്രിസ്തുമസ് നമുക്ക് പല അർത്ഥങ്ങൾ, പല മാനങ്ങൾ നൽകുന്നുണ്ട്. ക്രിസ്തുമസ് ഒന്നാമത് പറയുന്നത് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരികയാണ്. യേശു തന്നെ ശൂന്യനാക്കി, ദൈവത്തോടുള്ള ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതെ തന്നെ ശൂന്യനാക്കിയതിൻ്റെ കഥയാണ്. അപ്പോൾ കരുണ ലഭിക്കണമെങ്കിൽ ഈ ശൂന്യവൽക്കരണം, ചെറുതാകൽ, ത്യാഗം, സഹനം നമുക്ക് പ്രായോഗികമാക്കേണ്ടിയിരിക്കുന്നു. ത്യാഗമില്ലാതെ സഹനമില്ലാതെ ത്യാഗമില്ല. യേശു തന്നെ ശൂന്യനാക്കി. അപ്പോൾ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ഇതാ ഒരു കുഞ്ഞായി. കൊട്ടാരത്തിൽ പിറക്കേണ്ട, അതാണ് പൂജരാജാക്കന്മാർ അന്വേഷിച്ചത് കൊട്ടാരത്തിൽ പിറക്കേണ്ട ദൈവം ഇതാ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നതാണ്. ഇവിടെയാണ് കരുണയുടെ ദൈവം നമ്മളോടൊപ്പം വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് പിന്നീട് കാൽവരിയിൽ യേശു 3 ആണികളിൽ തൂങ്ങി മരിച്ചപ്പോൾ സഹനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. കുറച്ചും കൂടി ഉയർന്ന് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കൂടുതൽ ഉയർന്ന് പറഞ്ഞു, നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണം. അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താ? യേശു പറഞ്ഞു, തൻ്റെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തിൻ്റെ ഉദാത്തമായ പല തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അങ്ങനെയെങ്കിൽ യേശു
തന്നെ തന്നെ പൂർണ്ണമായിട്ട് നൽകിയ, മനുഷ്യന് നൽകിയ തിരുനാളാണ് ക്രിസ്മസ്. ഇവിടെ ത്യാഗവും സഹനവും എല്ലാം സ്നേഹത്തിൻ്റെ ഭാവങ്ങളായി, കരുണയുടെ ഭാവങ്ങളായി നമുക്ക് ലഭിക്കുകയാണ്. ക്രിസ്തുമസ് നീതിയുടെ തിരുനാളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, കരുണ എന്ന് പറഞ്ഞാൽ ആദ്യം നീതിയുടെ തലമാണ്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് യേശുവിൻ്റെ ജനനവേളയിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ, അവൻ നീതിമാനാകിയാലും അവളെ മറിയത്തെ അപമാന വിധേയയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇസ്രായേൽക്കാരുടെ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു വർഷത്തിനിടയിൽ ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ യൗസേപ്പ് പിതാവ് നീതിക്ക് കരുണയെന്ന ഭാവം കൊടുത്ത് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഏറ്റവും അധികം വഴക്കുണ്ടാക്കാൻ പറ്റുന്ന നല്ല വിഷയം തിരുക്കുടുംബത്തിലാണ് നടന്നത്. മറിയത്തെ ഗർഭിണിയായി കണ്ടു, അപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലാനാണ് ചിലർ പറയുക. യൗസേപ്പ് നീതിക്ക് കരുണ എന്ന ഭാവം കൊടുത്ത് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് സത്യം അറിയില്ല. അവളിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക പദ്ധതിയുടെ പ്രവർത്തനമാണ്. നീ അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പല വഴക്കുകളുടെയും കാരണം സത്യം എന്തെന്നറിയാത്തതാണ്, തെറ്റിദ്ധാരണകളാണ്. ഒരു ചെറിയ സംശയത്തിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ തകരുന്നു. യൗസേപ്പിനോട് ദൈവം പറഞ്ഞു, നീ അവളെ അവളായി സ്വീകരിക്കണം, നീ നിന്റെ കുഞ്ഞിനെ സ്വീകരിക്കണം. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനെ തെറ്റിദ്ധാരണയുടെ പേരിൽ അബോർഷൻ നടത്തുന്നില്ലേ? കുഞ്ഞിനെ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവിനെ വേണ്ട, ഇങ്ങനെ വഴക്കടിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നുണ്ട്. നമ്മുടെ പല കുടുംബങ്ങളുടെയും നാശത്തിൻ്റെ ശാപത്തിൻ്റെ കാരണം തന്നെ സത്യമറിയാതെ തെറ്റിദ്ധാരണകളാണ്. ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ ഔസേപ്പും മറിയവും ഇതാ ആ കുഞ്ഞിനെ പൂർണ്ണമായും സ്വീകരിക്കുന്നു. യൗസേപ്പ് മറിയത്തെ സ്വീകരിക്കുന്നു, മറിയം യൗസേപ്പിനെ സ്വീകരിക്കുന്നു. തിരുക്കുടുംബം മാതൃകാപരമായി ദൈവഹിതത്തിന് വിട്ടുകൊടുക്കലാണ് നീതി, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കലാണ് കരുണ എന്നുള്ള നിർവചനം അവിടെ സാർത്ഥകമാകുകയാണ്. അങ്ങനെയുള്ള കരുണയുടെ ഈശോ നമ്മോട് പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, അത് ഐസിയ പ്രവചനത്തിൻ്റെ 61-ാമത്തെ വാക്യത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. രക്ഷകൻ എന്താ ചെയ്യുക? ഒന്നാമത് ഈ സുവിശേഷം, ദരിദ്രർക്ക് സുവിശേഷം, കരുണയുടെ സുവിശേഷം അറിയിക്കുമെന്നാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പറഞ്ഞത് അത് രോഗികളെ സൗഖ്യപ്പെടുത്തലാണ് രക്ഷകൻ്റെ ദൗത്യം. പല തരത്തിൽ രോഗികളായിരിക്കുന്നവരാണ്. ആത്മീയമായ രോഗികൾ, സാംസ്കാരികമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പല തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള നമ്മളെ സൗഖ്യപ്പെടുത്താനാണ് യേശു വന്നിരിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതം മുഴുവൻ ഒരുപാട് രോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമുക്ക് രോഗശാന്തി കിട്ടണം. ഈ രോഗശാന്തി, പ്രത്യേകിച്ചും ആത്മീയമായ രോഗശാന്തി, നല്ല കുമ്പസാരം കഴിച്ച് യേശുവിനെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഈ രോഗശാന്തി ലഭിക്കുക. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമ്മൾ നമ്മുടെ രോഗത്തെ മാറ്റി സൗഖ്യപ്പെട്ടിട്ടുണ്ടോ, യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ, നമ്മൾ ആത്മീയമായി സുഖമുള്ളവരാണോ, വരപ്രസാദമുള്ളവരാണോ എന്ന് ചിന്തിക്കാൻ ഈ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. യേശു ചെയ്തത് പിശാചുക്കളെ ബഹിഷ്കരിച്ചു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അടക്കം തിന്മയുടെ പ്രവൃത്തികൾ, പിശാചിൻ്റെ പ്രവൃത്തികൾ ഒരുപാടുണ്ട്. പാപത്തെക്കുറിച്ച് പറയുന്നത് വ്യക്തിപരമായ പാപമുണ്ട്, സമൂഹത്തിൻ്റെ പാപമുണ്ട്. നമ്മൾ അങ്ങനെ പല പാപങ്ങൾക്ക് അടിമപ്പെട്ട് തിന്മകളുടെ പ്രവൃത്തികൾ, പിശാചിൻ്റെ പ്രവൃത്തികൾ ധാരാളമായിട്ട് അടിമപ്പെട്ടിരിക്കുകയാണ്. യേശു വന്നത് അതിനെ മോചിപ്പിക്കാനാണ്. ക്രിസ്മസിൻ്റെ അവസരത്തിൽ യേശുവിനെ ജീവിതത്തിലേക്ക്, സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനും നിങ്ങളും തിന്മയുടെ ലോകത്തിൽ നന്മ ചെയ്യാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ, അങ്ങനെ നന്മയുടെ പ്രചാരകരാകാൻ, സത്യത്തിൻ്റെ പ്രചാരകരാകാൻ, ദൈവികതയുടെ, ആത്മീയതയുടെ പ്രചാരകരാകാൻ നമ്മെ യേശു ക്ഷണിക്കുകയാണ്. ഈ അവസരത്തിൽ യേശു പൂജരാജാക്കന്മാരെ പോലെ നമ്മളോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിന് കിഴക്ക് നക്ഷത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ
നമുക്ക് സത്യാന്വേഷകരാകണം. പൂജരാജാക്കന്മാർക്ക് അറിവ് കിട്ടി. ആ അറിവ് കിട്ടിയപ്പോൾ കിഴക്ക് നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാ ലോകത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ജനിച്ചിരിക്കുന്നു. പൂജരാജാക്കന്മാർ അന്വേഷിച്ചിറങ്ങി. ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുപാടും നല്ല ധ്യാനമുണ്ടായി, നല്ല സുവിശേഷപ്പെടുന്നു, നല്ല നല്ല കാര്യങ്ങൾ അറിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ, നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അന്വേഷിച്ചു പോകണം. നമുക്ക് കിഴക്ക് നക്ഷത്രത്തെ കണ്ടതുപോലെ നമുക്ക് പല വഴികാട്ടികളുണ്ട്. കൂദാശകൾ വഴികാട്ടികളാണ്, സുവിശേഷ പ്രസംഗം വഴികാട്ടികളാണ്, സഭയുടെ കൂട്ടായ്മ വഴികാട്ടികളാണ്, മാർപ്പാപ്പിയും മെത്രാന്മാരും സഭാ ഗണവും എല്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ വഴികാട്ടികളാണ്. നമ്മളെ ഇറങ്ങിത്തിരിക്കണം, യേശുവിനെ കണ്ടെത്തണം. ഹെരോദേസ് സത്യം അറിഞ്ഞു. പൂജരാജാക്കന്മാർ പറഞ്ഞു, വരാനിരിക്കുന്ന രക്ഷകൻ എവിടെയാ? അപ്പോൾ പൂജരാജാക്കന്മാരോട് സത്യം പറയാൻ വേണ്ടി ഹെരോദേസ് അവിടുത്തെ പണ്ഡിതന്മാരെ എല്ലാവരും വിളിച്ചു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, മിക്ക പ്രവാചകൻ പറഞ്ഞു, ഇതാ യൂദയായിലെ ബെത്ലഹേമേ, നീ മറ്റൊരു സ്ഥലങ്ങൾ ഒട്ടും കുറവല്ല, നിന്നിൽ നിന്നാണ് വരാനിരിക്കുന്ന രക്ഷകൻ, ബെത്ലഹേമിൽ നിന്ന് ജനിക്കുക. സത്യം അറിഞ്ഞു. അപ്പോൾ ഹെരോദേസിന് സത്യം അറിയായിരുന്നു, പൂജരാജാക്കന്മാർക്ക് സത്യം അറിയാമായിരുന്നു. പക്ഷേ അവർക്ക് നല്ല മനസ്സുണ്ടായില്ല. ലൂക്ക 2:14 വായിക്കുന്നത് എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്മനസ്, സുമനസ് പൂജരാജാക്കന്മാർക്കുണ്ടായി, പക്ഷേ ഹെരോദേസ് രാജാവിനുണ്ടായില്ല, ഹെരോദേസിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്കുണ്ടായില്ല. എന്നാൽ സുമനസ്സുണ്ടായ, നല്ല മനസ്സുണ്ടായ മറിയത്തിന് യേശുവിനെ കിട്ടി. ദൈവഹിതം നിറവേറ്റിയ യൗസേപ്പ് പിതാവിന് യേശുവിനെ കിട്ടി. നിഷ്കളങ്കരായിരുന്ന ആട്ടിടയന്മാർക്ക് യേശുവിനെ കിട്ടി. പൂജരാജാക്കന്മാർ, പണ്ഡിതരും സത്യാന്വേഷകരും രാജാക്കന്മാരുമായിരുന്നവർക്ക് അവർ നല്ല മനസ്സുണ്ടായപ്പോൾ യേശുവിനെ കിട്ടി. എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഈ നല്ല മനസ്സ്, ദൈവകൃപ, സുമനസ് എനിക്ക് നിങ്ങൾക്കുണ്ടോ? യേശുവിനെ കിട്ടുന്നില്ലെങ്കിൽ, ദൈവിക കരുണയുടെ അവകാശികളാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നാം ഈ സുമനസ്സുകളല്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ യേശു ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. യേശു ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പിറക്കാൻ ആഗ്രഹിക്കുന്നു. അലക്സാണ്ടർ പോപ്പ് പറഞ്ഞു, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസിന് അർത്ഥമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാണ് പുൽക്കൂടുണ്ടാക്കുന്നത്? ചിലർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പറമ്പിൻ്റെ മൂലയ്ക്ക്, ഞാൻ ഒരു പ്രതീകം മാത്രം പറയുന്നത്, പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് ക്രിസ്മസ് ഉണ്ടാക്കും മറ്റുള്ളവർ കാണാൻ വേണ്ടി. വേറെ ചിലർ വീടിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മൾ പണിയും, വീടിന് കുഴപ്പമുണ്ടാവരുത്, മൂലയ്ക്ക് സൗകര്യത്തിന് മാത്രം. വേറെ ചിലർ വീടിൻ്റെ കേന്ദ്രഭാഗത്ത്, എല്ലാവരുടെയും പ്രധാനമായ സ്ഥലത്ത് പുൽക്കൂടുണ്ടാക്കും. പുൽക്കൂട് സൗകര്യം പോലെ എവിടെ വേണമെങ്കിലും ഉണ്ടാക്കി. ഞാൻ പ്രതീകമാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു പറക്കുന്നത് എവിടെയാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പെരുന്നാളിന്, കല്യാണത്തിന് മാത്രമുള്ള യേശുവിനോടുള്ള ഒരു ഭക്തി, അത് പറമ്പിൻ്റെ മൂലയ്ക്കലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കോണിൽ പെരുന്നാൾ വരുമ്പോൾ, അങ്ങനെ പ്രത്യേക അവസരങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്ന പുൽക്കൂടുകളാണോ നമുക്കുള്ളത്? അതോ എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രഭാഗത്ത് എൻ്റെ ജീവിതമാകുന്ന കാറിൻ്റെ ഡ്രൈവറായി, എൻ്റെ ജീവിതത്തെ നയിക്കുന്ന എൻ്റെ നാഥനായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്താണോ യേശുവിനെ പിറപ്പിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നുണ്ടോ? ഈ ക്രിസ്മസിൽ നമുക്ക് നമ്മെ തന്നെ യേശുവിന് സമർപ്പിക്കാം. ക്രിസ്മസ് ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാളാണ്. യേശു ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. എനിക്ക് ഈ യേശുവിൻ്റെ കരുണയുടെ മുഖമായി, സ്നേഹത്തിൻ്റെ മുഖമായി, ദൈവികതയുടെ മുഖമായി ഇന്ന് മറ്റുള്ളവർക്ക് അവതരിപ്പിക്കാൻ യേശു എൻ്റെ ഹൃദയത്തിൽ പിറക്കുമോ? നമുക്കൊരു നിമിഷ സമയം പ്രാർത്ഥിക്കാം. മനുഷ്യനായ അവതീർണനായ യേശുവേ, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായാണ് ഭൂമിയിൽ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന രീതിയിൽ മറിയത്തിൽ നിന്ന് മാംസം ധരിച്ച്, വചനം മാംസം ധരിച്ച് ഭൂമിയിൽ അവതീർണനായത്. യേശുവേ, നീ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ
എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ നീ വീണ്ടും പിറക്കണേ. നീ വന്നു കഴിഞ്ഞാൽ മറിയം തിടുക്കത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഐൻകരിമിലേക്ക് പോയതുപോലെ, എലിസബത്തിനെ സഹായിച്ചതുപോലെ ഞാനും കരുണയുടെ മുഖമായി മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതിനാൽ യേശുവേ, നീ വീണ്ടും എന്നിലും എൻ്റെ സമൂഹത്തിലും പിറക്കണമേ. കരുണയുടെ ഈശോയെ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷം. അനുഗ്രഹിക്കുന്നവനായ കർത്താവ് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അഭിയുനി ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചു. ക്രിസ്മസിന് ഒരുക്കമായ കരുണയുടെ വലിയ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ കരുണയാൽ നിറയപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന്റെ കരുണയാൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവ കരുണയുടെ പ്രേക്ഷിതരായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ, അഭിഷേകത്തിന് നിറവിലേക്ക് നമ്മളെല്ലാം ഉയർത്തപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് നമ്മളെ ഇന്നോളം കരം പിടിച്ച് നയിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. തുറന്നു വരാൻ പോകുന്ന പുതുവർഷത്തിൽ കൃപയുടെ പെരുമഴ പെയ്തിറങ്ങുവാൻ കരമുയർത്തി നമ്മൾ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം അഗ്നിനാവുകളിൽ ഈ സുന്ദരന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് ഒരിക്കൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത അഭിഷേകം നിറയട്ടെ, അത്ഭുത കൃപകൾ നിറയട്ടെ. എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കൃപ തരണമേ. കർത്താവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി ഞങ്ങളെ എല്ലാം മാറ്റണമേ. Bless, bless, bless. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മാറയെ മധുരമാക്കുന്ന കർത്താവ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ,